നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 16-ാം തീയതി. ഇന്നലെ നമ്മൾ സുഗ്രീവൻ്റെ മന്ത്രിയായ ഹനുമാൻ, അല്ലെങ്കിൽ സുഗ്രീവൻ്റെ സംരക്ഷകനായ ഹനുമാനുമായിട്ട് ഭഗവാൻ സംഗമിച്ചതായിട്ടുള്ള രംഗമാണ് വർണ്ണിച്ചത്. ഹനുമാൻ മുഖേന സുഗ്രീവനുമായിട്ടുള്ള ഭഗവാന്റെ സഖ്യം, സുഗ്രീവനും ബാലിയും തമ്മിൽ ഉണ്ടായ വിരോധത്തിനുള്ള കാരണം, ഒരിക്കലൊരു അസുരനുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് അസുരൻ ഓടിപ്പോയി ഒരു ഗുഹയിൽ ഒളിച്ചു. ആ ഗുഹയിലേക്ക് കടക്കുന്ന ബാലി പിന്നാലെ വരുന്ന സുഗ്രീവനോട് താൻ ഈ ഗുഹയിലേക്ക് പോവുകയാണ്, ഈ ഗുഹയിൽ നിന്ന് പാലാണ് ഒഴുകി വരണത് എങ്കിൽ ഞാൻ ജയിച്ചു എന്ന് നീ മനസ്സിലാക്കിക്കോ, അതേസമയം ചോരയാണ് ഒഴുകി വരുന്നതെങ്കിൽ താൻ മരിച്ചു, അതുകൊണ്ട് രാക്ഷസൻ പുറത്തു വരും എന്നുള്ള ഇതുകൊണ്ട് നീ ഈ ഗുഹ മൂടി പോയി കിഷ്കിന്ധ രാജ്യം ഭരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ടും ഒന്നും വരാതിരുന്നത് കണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ചോര വരുന്നത് കണ്ടപ്പോൾ ആ ഗുഹ മൂടി കിഷ്കിന്ധാധിപതിയായി വാഴുന്ന സുഗ്രീവൻ. കുറച്ച് ദിവസത്തിന് ശേഷം ബാലി ആ ഗുഹയും പൊളിച്ച് പുറത്തു വന്ന് നോക്കിയപ്പോൾ സുഗ്രീവനെ സിംഹാസനത്തിൽ കണ്ടപ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചു സുഗ്രീവനും എന്ന് തെറ്റിദ്ധരിച്ച് സുഗ്രീവനെ ശത്രുവായി കരുതിയ അവസ്ഥ. അങ്ങനെ അപരാധം ചെയ്യാത്ത സുഗ്രീവനെതിരെ യുദ്ധം ചെയ്യുന്ന ബാലിയെ ഒളിയമ്പ ചെയ്ത് നിഗ്രഹിക്കുന്നതായിട്ടുള്ള ശ്രീരാമൻ്റെ ചരിത്രം. ബാലിയുടെ ചേതനമറ്റ ശരീരം കണ്ട് ബാലിയുടെ പത്നി താര വ്യസനിക്കുമ്പോൾ ആ താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോവോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വന്മാംസരക്താസ്ഥി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനവും മരണവുമില്ല കേളല്ലലുണ്ടായതോ അല്ലലുണ്ടായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ
ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിയുക നീ. സർവഗൻ ജീവനേകൻ, സർവഗൽ ജീവനേകൻ, പരനദ്വയനവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുനാ താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം. അപാർത്ഥകമായതും സംസാരമേ രാഗരോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രത്നാദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തുമാത്മാവിന്നു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായോരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരത്നാസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നുമാ അനാദ്യ വിദ്യാവശം പ്രാപിച്ചു.